അന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് 2 പേർ വരികയുണ്ടായി. ഹക്കീം ഇബ്നു അഫ്ലഹ് അൽ ഹിജാസിയും സഅദ് ഇബ്നു ഹിഷാമും. ഇരുവരും താബിഈങ്ങളിൽ വിശ്രുതരാണ്. ഹക്കീം ഇബ്നു അഫ്ലഹ് ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് അനുവാദം ചോദിച്ചപ്പോൾ മഹദി ചോദിച്ചു, വമൻ മഅക്, ഹക്കീം നിങ്ങളുടെ കൂടെ ആരാണുള്ളത്? അപ്പോൾ ഹക്കീം ഇബ്നു അഫ്ലഹ് പറഞ്ഞു, സഅദ് ഇബ്നു ഹിഷാം, എൻ്റെ കൂടെ സഅദ് ഇബ്നു ഹിഷാം ഉണ്ട്. അപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ തിരിച്ചൊരു ചോദ്യം, ഹിഷാം ഇബ്നു ആമിർ അല്ലദീ ഖുതില യൗമ ഉഹുദിൻ, ആമിറിന്റെ മകൻ ഹിഷാമിന്റെ മകൻ സഅദാണോ? ആമിർ ഉഹുദ് യുദ്ധദിനം രക്തസാക്ഷിയായ മഹാനാണ്. അതുകൊണ്ടാണ് ഉമ്മുൽ മുഅ്മിനീൻ ഈ സഅദിന്റെ വല്യാപ്പ ആമിർ എന്നവരെ അവിടെ പ്രത്യേകം പരാമർശിച്ചത്. ഹക്കീം ഇബ്നു അഫ്ലഹ് പറഞ്ഞു, നഅം, അതെ, സഅദ് ഇബ്നു ഹിഷാം ഇബ്നു ആമിർ അദ്ദേഹമാണ് കൂടെയുള്ളത്. ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞു, നിഅമൽ മർഉ കാന ആമിറുൻ, ഈ സഅദിന്റെ വല്യാപ്പ ആമിർ എത്ര നല്ല മനുഷ്യനായിരുന്നു. മഹദി ആമിർ എന്നവർക്ക് ആമിർ ഇബ്നു ഉമയ്യ ഇബ്നു ഖശ്ഖാഷ് അന്നജാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടി റഹ്മത്തിന് വേണ്ടി അവിടെ തേടുകയുണ്ടായി എന്നൊക്കെ ഈ സംഭവം നിവേദനം ചെയ്ത ആ നിവേദനത്തിൽ വായിക്കുവാൻ സാധിക്കും. ഹക്കീം ഇബ്നു അഫ്ലഹും സഅദ് ഇബ്നു ഹിഷാം ഇബ്നു ആമിറും എന്തിനാണ് ഉമ്മുൽ മുഅ്മിനീനെ തേടി വന്നത്, സമ്മതം ചോദിച്ച് അവിടേക്ക് ചെന്നത്? യാ ഉമ്മൽ മുഅ്മിനീൻ ഹദ്ദിസീനി അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മുൽ മുഅ്മിനീൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാലും ഇതാവശ്യപ്പെട്ടാണ്. ഹക്കീമാണ് ചോദ്യം ഉന്നയിച്ചത്. അതുകൊണ്ട് മഹദി പറഞ്ഞു, അലസ്ത തഖ്റഉൽ ഖുർആൻ, ഹക്കീം താങ്കൾ ഖുർആൻ ഓതാറില്ലേ? ഫഇന്ന ഖുലുഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ, എങ്കിൽ അറിഞ്ഞോ തീർച്ചയായും തിരുദൂതരുടെ സ്വഭാവം അത് വിശുദ്ധ ഖുർആനായിരുന്നു. ഇവിടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി അലസ്ത തഖ്റഉൽ ഖുർആൻ എന്ന ഒരു മറുചോദ്യവും ഫഇന്ന ഖുലുഖ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനൽ ഖുർആൻ എന്ന ഒരു അനുബന്ധവും ചേർന്നായിരുന്നു. അതെന്തിന്? ഇമാം അൽ ഖാദി ഇയാദ് റഹിമഹുല്ല പറയുന്നത്, ഐ ഖുലുഖുഹു കാന ജമീഉ മാ ഹസല ഫിൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ടതെല്ലാം ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഫഇന്ന കുല്ല മസ്തഹ്സനഹു വഅസ്ന അലൈഹി വദഅ ഇലൈഹി ഫഖദ് തഹല്ലാ ബിഹി, വിശുദ്ധ ഖുർആൻ നല്ലതായി ഗണിച്ചതെല്ലാം, വഅസ്ന അലൈഹി വിശുദ്ധ ഖുർആൻ പ്രശംസിച്ചതെല്ലാം, വദഅ ഇലൈഹി വിശുദ്ധ ഖുർആൻ ഏതൊന്നിലേക്ക് ക്ഷണിച്ചോ അതെല്ലാം, ഫഖദ് തഹല്ലാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വഭാവമായി അതെല്ലാം സ്വീകരിച്ചിരുന്നു. വകുല്ല മസ്തഹ്ജനഹു വനഹ അൻ, വിശുദ്ധ ഖുർആൻ വിഗണിച്ചത് വിരോധിച്ചത് എന്തെല്ലാം ഉണ്ടോ തജന്നബഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെയെല്ലാം വിട്ടകന്നു. വതഖല്ല അൻ, അതിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവായി. ഫകാനൽ ഖുർആനു ബയാന ഖുലുഖി, അതിനാൽ തന്നെ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൻ്റെ വിവരണമായിരുന്നു, അല്ലെങ്കിൽ വിവരണമായി തീർന്നു എന്നാണ് മഹാൻ പറയുകയുണ്ടായത്. വിശുദ്ധ ഖുർആൻ എന്തെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ആ വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നും പഠിക്കുന്നതിന് വേണ്ടിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ഈ രീതിയിൽ ഹക്കീമിനോടും സഅദിനോടും റഹിമഹുമല്ലാഹ് പ്രതികരിക്കുകയുണ്ടായത്. പണ്ഡിതന്മാർ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ യഅമലു ബിഹി ഫീ നഹാരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. ഖുർആൻ കൊണ്ട് തിരുദൂതർ പകലന്തിയോളം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. വയഖൂമു ബിഹി ഫീ ലൈലി, അന്തിയായാൽ ഖുർആൻ ഓതി നിസ്കരിച്ചു. ഫഹുവ ഖായിമുൻ ബിഹി ആമിലുൻ ബിഹി ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ, രാവിലും പകലിലും ഖുർആൻ അനുസരിച്ച് അമലെടുക്കുന്നവനായിരുന്നു തിരുദൂതർ. ഖുർആൻ ഏറ്റെടുത്ത് നിർവഹിക്കുന്നവനായിരുന്നു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യത്റുകുഹു ലഹ്ദതൻ മിനൽ ലഹ്ദാത്ത്, ഒരു നിമിഷമെങ്കിലും വിശുദ്ധ ഖുർആൻ ഉപേക്ഷിക്കുമായിരുന്നില്ല അവിടുന്ന്. ബൽ കാന യുതർജിമുൽ ഖുർആന വയുബയ്യിനുഹു ലിന്നാസ് ബിഖൗലിഹി വഅമലിഹി വസായിരി ശഅനി, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനെ വിവർത്തനം ചെയ്തും ലോകർക്ക് വിവരിച്ചും വർത്തിച്ചു. അവിടുത്തെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മറ്റു കാര്യങ്ങൾ കൊണ്ട്